അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് കുറേ പേര് നമ്മളോട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ പൈസ ഒന്നും വാങ്ങാണ്ട് ഇങ്ങനെ തൈകൾ ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് നഷ്ടമല്ലേ, ഇതെന്തിനാ അങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചായിരുന്നു. നിങ്ങൾക്ക് അതിൻ്റെ കൊറിയർ പൈസയെങ്കിലും വാങ്ങിച്ചുകൂടെ എന്നൊക്കെ ചോദിച്ചു. അപ്പം നമ്മളിങ്ങനെ ചെയ്യുന്നതെന്നു വെച്ചാൽ, ഇന്ന് നമ്മുടെ ലോകത്ത് നടക്കുന്ന എന്താണ്, അതായത് മനുഷ്യർ സ്വാർത്ഥരായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് എൻ്റെ സാധനം എനിക്ക് മാത്രം, വേറെ ആൾക്ക് അവകാശപ്പെട്ടല്ല. ഇപ്പം നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു പേര തൈ ഉണ്ടെന്ന് വിചാരിച്ചു, ഒരു പേരുണ്ടെന്ന് വിചാരിച്ചു, അതിനകത്ത് പഴങ്ങൾ ഏതെങ്കിലും കിളികളോ വവ്വാലുകളോ ഒന്ന് കൊണ്ടുപോയിട്ട് നമ്മൾ നെറ്റ് ഇട്ട് കവറാക്കി വെച്ചേക്കുവാണ്. അതായത് അത് എൻ്റെ മാത്രമാണ് എന്നുള്ള സ്വാർത്ഥതയാണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉള്ളത്. അപ്പം പണ്ടൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച മനസ്സിലാക്കാൻ പറ്റും. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ പിന്നെ നമ്മുടെ വീട്ടിലൊരു ഉപ്പില്ലെങ്കിൽ നമ്മൾ അടുത്ത വീട്ടിൽ പോയിട്ട് ഉപ്പി വയ്ക്കും. അവർക്ക് വെളിച്ചെണ്ണയില്ലേ, നമ്മുടെ വീട്ടിൽ വന്നിട്ട് വെളിച്ചെണ്ണ വയ്ക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനോ വാങ്ങാനോ ഒന്നും മടി ഉണ്ടായിരുന്നില്ല. അപ്പൊ അവരുടെ ഇടയിൽ ഒരു സ്നേഹബന്ധം ഉണ്ടായിരുന്നു. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ജീവിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു പണ്ടത്തെ കാലഘട്ടം. പക്ഷെ ഇന്നതല്ല. ഇന്ന് ആണുകൂടുംബമായി മക്കളോട് പോലും മാതാപിതാക്കൾ ഷെയർ ചെയ്യുന്നില്ല, പല കാര്യങ്ങളും സംസാരിക്കുന്നില്ല, മടി കാണിക്കുന്നു. അപ്പം ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാത്ത ഒരു തലമുറയാണ് കൂടുതലും ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പം ഓരോ കാര്യങ്ങൾക്ക് ചെറിയ ചെറിയ പപ്പടത്തിന്റെ അറ്റം പൊട്ടി കടലേക്ക് എരിവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ അക്രമങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരുന്നത്. ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമില്ലാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് ഇല്ലാണ്ടായി പോയി കഴിഞ്ഞു. പണ്ടത്തെ പോലെയല്ല. ഇപ്പം എനിക്കുള്ളത് എൻ്റെ മാത്രം എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ ചുറ്റുമുള്ളത്. പക്ഷെ അങ്ങനെ ഒരിക്കലും ആകാൻ പാടില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ജീവിക്കുമ്പോഴാണ് ജീവിതത്തിന് സുഖവും സുഖവും ഒക്കെ ഉണ്ടാകുന്നത്. അല്ലാണ്ട് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ മാത്രം കഴിച്ച് ജീവിക്കുകയാണെങ്കിൽ എന്ത് സന്തോഷമുള്ളത്. അതേപോലെ നമ്മൾ പക്ഷികൾക്കും വേണ്ടി, അതും നമ്മുടെ ഈ ഭൂമിയുടെ അവകാശികളാണ്. പക്ഷികൾ, മൃഗങ്ങൾ, ഇതൊക്കെ ഈ ഭൂമിയുടെ അവകാശികളാണ് നമ്മളെ പോലെ തന്നെ. ഈ ഭൂമിയിൽ ഒരു സെന്റ് സ്ഥലം പോലും നമ്മൾ കൊണ്ടുവന്നല്ലോ എന്ന് പറഞ്ഞാൽ ഇതും ഈ പക്ഷികൾക്കും ഇവിടെ ജീവിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം അതുങ്ങൾക്ക് വേണ്ടി നമ്മൾ കുറച്ച് മാറ്റി വെക്കുക. മൊത്തം കൊടുക്കണം എന്ന് പറയുന്നില്ല, കുറച്ച് അതുങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുക. എന്നാലേ ആ ഒരു സ്നേഹബന്ധം, അതായത് ഈ സ്നേഹം എന്ന് പറഞ്ഞ ഗുണം നമുക്ക് ദൈവം തന്നാണ്. അത് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാതിരിക്കുന്ന സമയത്ത് ആ ഒരു ഗുണം നഷ്ടപ്പെട്ടു പോവുകയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മുടെ പ്ലാൻസുകൾ മറ്റുള്ളവർക്ക് പ്രതിഫലമൊന്നും വാങ്ങാണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു കൊറിയർ ചാർജ് നമ്മൾ വാങ്ങുമെന്ന് പറഞ്ഞായിരുന്നു. അത് തരാൻ മനസ്സുള്ളവർക്ക് അത് നമ്മൾ സ്വീകരിക്കുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾ യൂട്യൂബിനെ നോക്കിയേ. യൂട്യൂബ് എന്നൊരു പ്ലാറ്റ്ഫോം, നമ്മുടെ ഫോണിൽ യൂട്യൂബ് ഇല്ലെങ്കിൽ നമ്മുടെ ഫോൺ കൊണ്ട് ഒരു ആവശ്യമില്ലാത്തൊരു സാധനമായിട്ട് നമ്മുടെ കയ്യിലിരിക്കും. നമുക്ക് എന്ത് വേണമെങ്കിലും, നമുക്ക് എന്തിനെക്കുറിച്ച് അറിയണമെങ്കിലും നമ്മൾ ഏറ്റവും ആദ്യം എടുത്ത് നോക്കുക യൂട്യൂബിലായിരിക്കും, സെർച്ച് ചെയ്ത് നോക്കുക. ഇപ്പം നമുക്ക് കുറച്ച് സമയം കളയണം, അപ്പം നമ്മൾ ഒരു സിനിമ കാണും, അല്ലെ എന്തിനെക്കുറിച്ചെങ്കിലും നമുക്ക് ഒരു കാര്യം അറിയണം, അപ്പം നമ്മൾ യൂട്യൂബ് എടുത്ത് നോക്കും. യൂട്യൂബ് വളരാനുള്ള ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, യൂട്യൂബ് അവർക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ പകുതി കൂടുതൽ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, നമുക്ക് വേണ്ട ഏതൊരു അറിവും ഇത് നമുക്ക് യൂട്യൂബ് നമ്മളിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മളിങ്ങനെ കൊടുക്കുന്ന സമയത്ത് അവർക്കത് കിട്ടി, നല്ല വൃത്തിയായിട്ടുണ്ട്, കേടുപാടൊന്നും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ആ ഒരു സന്തോഷം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്കുണ്ടെങ്കിൽ ഇതിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മളൊരു കാര്യം ചെയ്യുമ്പം നമ്മളെ കണ്ട് മറ്റുള്ള ആൾക്കാർ അനുകരിക്കാറുണ്ട് ഇല്ലേ. നമ്മളൊരു നല്ല കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ അത് കണ്ട് അവർക്കും അത് ചെയ്താൽ കൊള്ളാം എന്നൊരു ചിന്ത വരും. അങ്ങനെ ഒരു കാര്യം, ഈ ഒരു കാര്യം പറയാനുള്ള സാഹചര്യം എനിക്ക് ഉണ്ടായത് തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന ഒരു കമന്റാണ്. ആ ചേട്ടൻ്റെ ആ സുഹൃത്തിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ആ സുഹൃത്ത് എന്നോട് പറഞ്ഞു, പിന്നെ അഡ്രസ് അയച്ചു തരുവാണെങ്കിൽ ബാലിച്ചാമ്പ ഞാൻ അയച്ചു തരാന്ന് പറഞ്ഞു. ആ പുള്ളി എന്നോട് ഉമ്മർച്ചാമ്പ വേണമെന്നോ തൈവാമ്പിക്ക് പേരെ വേണമെന്നൊന്നും പറഞ്ഞില്ല. അങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാണ്ട് പുള്ളി എന്നോട് പറഞ്ഞു, അഡ്രസ് അയച്ചു തരുവാണെങ്കിൽ ഞാൻ ബാലിച്ചാമ്പ അയച്ചു തരാന്ന്. അപ്പം ഈ ഒരു കാര്യം പറയാനുള്ള സാഹചര്യം ഇതാണ്. നമ്മളിത് ചെയ്യുന്ന കണ്ടിട്ട് ഒരാളെങ്കിലും ആ ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുന്നത് നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മളുടെ പ്ലാന്റ്സ് ഓരോ സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ അയച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ വീട്ടിൽ നട്ടിരിക്കുന്ന ഒരു അരിനെല്ലി പ്ലാന്റ് ആണ്. ഇതിപ്പോൾ കാണിക്കാനുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ ഒരു ഫ്രൂട്ട് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഏകദേശം ഒരു 4-ലോ 5-ലോ ഒക്കെ പഠിക്കുന്ന സമയത്ത് കൂട്ടുകാരൻ്റെ കൂടെ കളിക്കുന്ന സമയത്ത് അവൻ്റെ പറമ്പിൽ ഇങ്ങനെ ഒരു കുളത്തിന്റെ സൈഡിൽ ഇങ്ങനെ കായ്ച്ചു കിടക്കുന്ന സമയത്ത് നമ്മൾ അവിടെ നിന്നാണ് ഇത് ആദ്യമായിട്ട് ഞാൻ കഴിക്കുന്നത്. അന്നേരമാണ് ഇങ്ങനെ ഒരു ഫ്രൂട്ടിനെ ഞാൻ കാണുന്ന പോലും, നേരമാണ് ആദ്യമായിട്ട് കഴിക്കുന്നത്. അപ്പം അന്നത് കഴിച്ച സമയത്ത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഏകദേശം ഒരു 25 വർഷത്തിന് ശേഷമാണ് പിന്നീട് ഞാനിത് കണ്ടുപിടിച്ച് ഇതിവിടെ കൊണ്ടുവെക്കുന്നത്. യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ട് ഇതിന്റെ പേരൊന്നും എനിക്ക് അന്ന് അറിയില്ലായിരുന്നു. ഫാമിലൊക്കെ പോയി ചോദിക്കണം, ഇതിന്റെ പേര് അറിയില്ലായിരുന്നു. അപ്പം അതിന്റെ ഒരു ഷേപ്പ് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഷേപ്പ് എല്ലാം ഓർമ്മ വെച്ചിട്ട് നോക്കിയിട്ട് പിന്നീട് ഒരു ഫാമിൽ പോയിട്ട് അന്വേഷിച്ച് പിടിച്ചിട്ടാണ് നമ്മൾ 25 വർഷത്തെ അന്ന് കഴിച്ചിട്ട് 25 വർഷത്തിന് ശേഷമാണ് പിന്നീട് ഈ ഒരു ഫ്രൂട്ട് ഞാനിപ്പോൾ കഴിക്കുന്നത്. ആ ഒരു ഓർമ്മ എനിക്ക് ഇപ്പോഴും കിട്ടുന്നുണ്ട് ഇത് കഴിക്കുന്ന സമയത്ത്. നിറച്ച് പിടിച്ചിട്ടുണ്ട്. അതേപോലെ ഇതേ ഒരു കാര്യം, എൻ്റെ ഇതേ അനുഭവമുള്ള ഒരാൾ
നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് കമന്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറേ വർഷം മുമ്പ് കഴിച്ചാണ്, ഏകദേശം ഒരു 10-15 വർഷമായി എൻ്റെ ചെറുപ്പത്തിൽ കഴിച്ചാണ്. അതുകൊണ്ട് ഇതിന്റെ പ്ലാന്റ് ഒന്ന് അയച്ചു തരുമെന്ന് ചോദിച്ചിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് വേണ്ടി മാത്രം ഈ ഒരു പ്ലാന്റ് നമ്മൾ നേഴ്സറി പോയിട്ട് വാങ്ങിച്ച് ഇപ്പം തന്നെ അയച്ചു കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ ഉമ്മർചാമ്പ ഇതാ റെഡി ആയിട്ടുണ്ട്. 5 പേർക്ക് കൊടുക്കാന്നാണ് പറഞ്ഞേക്കുന്നത്. 5 ഉമ്മർചാമ്പ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് വലിയ കവറാണ് കേട്ടോ. വലിയ കവറിൽ നിന്ന് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കൊറിയർ ചാർജ് വലിയ പൈസ വന്നു. അതായത് 1.5 കിലോയ്ക്ക് മേലെ ഉണ്ടായിരുന്നു നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം. ചെറിയ പപ്പായ ആണെങ്കിലും അതിന്റെ മണ്ണും മറ്റ് പൈപ്പിന്റെ വെയിറ്റ് ഒക്കെ കാരണം 1.5 കിലോയ്ക്ക് മേലെ. ഇതിപ്പോ അതിനേക്കാളിലൊക്കെ വലിയ കവറാണ്. പിന്നെ അതുകൊണ്ട് ഇത് ഏകദേശം ഇത് തന്നെ ഉണ്ടാവും ഒരു 4 കിലോയുടെ അടുത്ത്. അപ്പൊ നമ്മൾ ഇതിന്റെ മണ്ണെല്ലാം മാറ്റി ചെറിയ കവറിലേക്ക് മാറ്റും. ഇത് വെള്ളത്തിൽ ഇങ്ങനെ പൊട്ടിച്ചിട്ട് വെള്ളത്തിലേക്ക് മുക്കി വെക്കും. അപ്പൊ ഇതിന്റെ മണ്ണൊക്കെ ഉതിർന്ന് പോയിട്ട് ഇതിന്റെ വേര് നമ്മൾ പൊട്ടാണ്ട് വേറൊരു കൂടക്കകത്ത് നിറച്ചിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അതിനകത്ത് മണ്ണുണ്ടാവില്ല, ചകിരിച്ചോറും ചാണകപ്പൊടി മിക്സ് ആക്കിയ ഒരു മിശ്രിതമുണ്ട്. അതിനകത്തേക്ക് ഇട്ടിട്ടായിരിക്കും നമ്മളിത് പാക്ക് ചെയ്ത് അയച്ചു കൊടുക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പൈപ്പിനകത്ത് തന്നെ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പപ്പായ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് പേർക്കൊക്കെ വാടിയിട്ടൊക്കെ കിട്ടി. നമ്മൾ ഫോട്ടോ കണ്ട സമയത്ത് അങ്ങനെ തോന്നി. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ചാമ്പ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അങ്ങനെ പെട്ടെന്ന് വാടൂല കേട്ടോ. അങ്ങനെ ഇല കൊഴിഞ്ഞ് അങ്ങനെ പോകുന്നില്ല, നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കും. കാരണം 2 ദിവസം വെള്ളം കിട്ടിയില്ലേലും ഇതിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ പപ്പായ ഒന്നും അങ്ങനെയല്ല, പെട്ടെന്ന് തന്നെ അതിന് വാട്ടം വരും. അപ്പം 5 റെഡി ആയിട്ടുണ്ട്. പിന്നെ അതേപോലെ ഒരു അരിനെല്ലിയുടെ പ്ലാന്റ്. അപ്പം നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ഒരു സബ്സ്ക്രൈബറിന് അരിനെല്ലി കൊടുക്കാന്ന്? ആ സബ്സ്ക്രൈബറിന് വേണ്ടി നമ്മളൊരു അരിനെല്ലി പ്ലാന്റ് കൂടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ കമന്റ് ഇട്ട് ചോദിച്ചത് ഉമ്മർചാമ്പയാണ്. അപ്പൊ ഉമ്മർചാമ്പ നമ്മൾ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ ഏറ്റവും ആദ്യം ഈ ഉമ്മർചാമ്പ കമന്റിലൂടെ ചോദിച്ച ശ്രീവത്സ കാസർഗോഡ് ആണ് ആദ്യം ചോദിച്ചത്. അപ്പൊ അവരുടെ പേര് നമ്മൾ ആദ്യം ഉമ്മർചാമ്പ ആദ്യം അയക്കുന്ന കമന്റുകാർക്ക് അത് നമ്മൾ അതിന് നറുക്കെടുപ്പ് മറ്റു കാര്യങ്ങളൊന്നുമില്ല, അങ്ങനെ തന്നെ അയച്ചു കൊടുക്കുവാണ്. ബാക്കിയുള്ളവരിൽ നമ്മൾ 4 പേരെ നമ്മൾ നറുക്കിട്ട് കണ്ടുപിടിച്ചിട്ടാണ് ബാക്കിയുള്ള 4 പേരെ കണ്ടെത്തിയത്. അത് ഒന്ന് ദിവ്യ PP കണ്ണൂരാണ്, പിന്നെ സഫിയ KV, പിന്നെ നിഖിൽ PG, പിന്നെ കബീർ. ഞാൻ പേരൊന്നും കൂടെ പറയാം. ശ്രീവത്സ കാസർഗോഡ്, ദിവ്യ PP കണ്ണൂര്, സഫിയ KV, നിഖിൽ PG തിരുവനന്തപുരം, കബീർ. ഇത്രയും പേര് ദയവായിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ അഡ്രസ് അയച്ചു തരിക പ്ലീസ്. ദയവായിട്ട് അഡ്രസ് അയച്ചു തരിക. അപ്പൊ പോസ്റ്റ് ഓഫീസ് വഴി അയക്കുന്നുണ്ട്. നിങ്ങളുടെ അഡ്രസ്സ് കറക്റ്റ് ആയിരിക്കണം. അതിനകത്ത് പിൻകോഡ് അതേപോലെ ഫോൺ നമ്പർ എല്ലാം വെച്ചിട്ടായിരിക്കണം അയക്കേണ്ടത് കേട്ടോ. അപ്പൊ അങ്ങനെ തീർച്ചയായിട്ടും ഈ 5 പേരും അഡ്രസ് അയച്ചു തരിക. അഡ്രസ്സ് കിട്ടിയ അവിടെ തന്നെ നമ്മൾ ഇത് പാക്ക് ചെയ്ത് റെഡിയാക്കി അയച്ചു കൊടുക്കുന്നതായിരിക്കും. അധികം താമസിക്കില്ല. ഇനിയും ഇവര് അഡ്രസ്സ് അയച്ചു തരുന്നില്ലാത്ത പക്ഷം നമ്മൾ വേറെ ആളെ സെലക്ട് ചെയ്യേണ്ടി വരും കേട്ടോ. കാരണം നമുക്ക് അഡ്രസ്സ് കിട്ടിയാലേ അയച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇവർക്ക് വേണ്ടി അധികം വെയിറ്റ് ചെയ്യാൻ പറ്റൂല. അപ്പം അഡ്രസ്സ് അയച്ചു തരിക. നമ്മൾ ഇവരെന്തായാലും തീർച്ചയായിട്ടും കാണുന്ന വിചാരിക്കുന്നത്, കാരണം നമ്മളുടെ സ്ഥിരമായിട്ട് കാണുന്ന സബ്സ്ക്രൈബർ തന്നെയാണ്. ഇവർ സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. നമ്മൾ ഓരോ ആൾക്കാരെ ശ്രദ്ധിക്കലുണ്ട് കേട്ടോ, ആരൊക്കെയാണ് നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് വാച്ച് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ള, ഇപ്പം ചില ആൾക്കാർ വീഡിയോ മൊത്തമായിട്ട് കാണാണ്ട് ഇപ്പം എനിക്ക് ഉമ്മർചാമ്പ് വേണം, തൈവാമ്പിങ്ക് വേറെ വേണം, അതേപോലെ റെഡ് ലേഡി വേണം, ചാമ്പ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഒന്നിച്ച് ചോദിക്കുന്നുണ്ട്. ഒരിക്കലും അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു മെസ്സേജ് ഫൗളായിട്ട് നമ്മൾ കാണുള്ളൂ കേട്ടോ. അതായത് കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു, ഏതെങ്കിലും ഒരു പ്ലാന്റിന് മാത്രമേ കമന്റ് അയക്കാൻ പാടുള്ളൂ. എല്ലാത്തിനും ഇപ്പം കുറേ ഓർഡർ വന്നായിരുന്നു. നമുക്ക് ഏകദേശം 250ഓളം ഓർഡർ വന്നതിന് ശേഷമാണ് നമ്മൾ അതിൽ നിന്നാണ് കുറെ ഫൗള് കമന്റ് ഒക്കെ ഒഴിവാക്കിയിട്ട്, അതായത് ചില ആൾക്കാർ 2 എണ്ണത്തിന് ഉമ്മർചാമ്പയും തായ്വാമ്പിങ്ക് പേരെയും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫൗളായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതായത് ഉമ്മർചാമ്പയാണ് ഉമ്മർചാമ്പ മാത്രം എഴുതാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ തായ്വാമ്പിങ്ക് ആണ് തായ്വാമ്പിങ്ക് പേരെ മാത്രം പറയുന്ന കമന്റ് മാത്രം നമ്മൾ എടുത്തിട്ടുള്ളത്. അല്ലാത്ത രണ്ട് സാധനം വേണമെന്ന് പറയുന്ന കമന്റ് നമ്മൾ എടുത്തിട്ടില്ല. നമ്മുടെ വീഡിയോ മൊത്തമായിട്ട് കാണാത്തതുകൊണ്ടാണ് ഈ ഒരു മിസ്റ്റേക്ക്. അതേപോലെ കുറെ ആൾക്കാർ ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ഫോൺ നമ്പർ കൊടുത്തു, പക്ഷെ രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ ഫോൺ നമ്പർ ഉൾപ്പെടുത്തിയില്ല. കാരണം വെച്ചാൽ അതൊരു ഇതേപോലെ ഒരു ഏറ്റവും കൂടുതൽ കമന്റ് വരുന്ന ആൾക്കാർക്ക് മാത്രമേ ഇത് അയച്ചു കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആ ഫോൺ നമ്പർ ഉൾപ്പെടുത്തുന്നതായിരിക്കും. നമ്മുടെ ഫോൺ നമ്പർ ഈ താഴെ കാണുന്ന നമ്പറിൽ
അഡ്രസ്സ് അയച്ചു തന്നാൽ മതി. വാട്സാപ്പിൽ മാത്രം കോൾ ചെയ്താൽ കിട്ടൂല. നമ്മുടെ വാട്സാപ്പിൽ ഈ ഒരു നമ്പറിൽ ഈ 5 പേര് മാത്രം ഈ ഒരു ഓഫർ ഈ 5 പേർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ഒരു 5 പേര് ഈ താഴെ കാണുന്ന നമ്പറിൽ ഫുൾ അഡ്രസ്സ്, ഫോൺ നമ്പർ, പിൻകോഡ് എല്ലാം വെച്ചിട്ട് ഫുൾ അഡ്രസ്സ് ദയവായിട്ട് എത്രയും പെട്ടെന്ന് അയച്ചു തരിക. നമ്മുടെ വീഡിയോ കാണുന്ന അടുത്ത ദിവസം തന്നെ അയച്ചു തരിക. എന്നാലും നമുക്കിത് വേഗം തന്നെ അയച്ചു കൊടുക്കാൻ പറ്റില്ല. കാരണം ഇനി അടുത്ത ആഴ്ച അടുത്ത വീഡിയോയിലും നമുക്ക് കുറെ ഓർഡറുകൾ അയച്ചു കൊടുക്കാനുണ്ട്. അതേപോലെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളുടെ അതായത് ഉമ്മർചാമ്പയും തായ്വാൻ പിങ്ക് പേരെയും നമ്മൾ ലെയർ ചെയ്യാൻ വെച്ചായിരുന്നു. അപ്പം ആ വീഡിയോ തന്നെ പറയുന്നുണ്ട് ഏകദേശം 1 മാസത്തിന് മേലെ സമയം എടുക്കും എന്ന് ആ വീഡിയോ തന്നെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഏകദേശം ഒരു 60ഓളം പേര് നമ്മൾ സെലക്ട് ചെയ്തായിരുന്നു. അപ്പൊ അതിൽ കുറച്ച് പേര് പിന്നെയും ചോദിക്കുന്നുണ്ട് നമ്മുടെ പേര് എവിടെ, ഇതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി, പിന്നെ അവർക്ക് അറിയാത്തോണ്ടായിരിക്കും കേട്ടോ, ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാത്തോണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ഈ വീഡിയോന്റെ താഴെ വന്നിട്ട് കമന്റ് ഇടുക. നമ്മുടെ ഇവിടുത്തെ തൈ തരാൻ പറ്റൂല. അപ്പൊ നമ്മൾ ഫാമിൽ നിന്ന് ഈ തൈ നമ്മൾ ഇങ്ങനത്തെ ഇതൊക്കെ നമ്മൾ ഫാമിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. നമുക്ക് വിശ്വസ്തമായിട്ടുള്ള നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങുന്ന ഫാമിൽ നിന്ന് അത്രയും ഉറപ്പോടെ വാങ്ങുന്നതാണ്. നമ്മൾ തായ്വാൻ പേര ഏകദേശം ഒരു 10 ഒന്നിച്ച് ഒറ്റ കൊറിയറിൽ നമ്മൾ ഇനി 10 മാക്സിമം ആയിക്കുള്ളൂ കേട്ടോ. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ റെഡ് ലേഡി പപ്പായ അയച്ച സമയത്ത് അവർ പറഞ്ഞു ഒന്നിച്ച് ഇത്രയും 20 ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അവർക്കും അത് കൊറിയർ വേറെ ബസ്സിലും ട്രെയിനിലും അവിടെ ഇവിടെ കയറ്റി കൊണ്ടുവന്നാണ്. അവർക്കും അതൊരു ബുദ്ധിമുട്ടാണ്. കാരണം പല സ്ഥലത്തേക്ക് ഒന്നിച്ച് അയക്കേണ്ട, ഇവിടുന്ന് ഒന്നിച്ച് ബസ്സിൽ കയറ്റി അയക്കുന്ന സമയത്ത് അവർക്കൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവർ പറഞ്ഞത് അടുത്ത പ്രാവശ്യം കൊണ്ടുവരുന്ന സമയത്ത് ഒരു 10 വെച്ചിട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഇനിയുള്ള വീഡിയോസിലൊക്കെ നമ്മൾ മാക്സിമം 10 തൈ മാത്രമേ ഉൾപ്പെടുത്തുള്ളൂ. കാരണം അതിൽ കൂടുതലായി കഴിഞ്ഞാൽ നമുക്കും ബുദ്ധിമുട്ടാണ്, അവർക്കും ബുദ്ധിമുട്ടാണ്, പിന്നെ കിട്ടുന്നത് നിങ്ങൾക്കും ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇവർ കുറച്ച് ലേറ്റ് ആക്കിയിട്ടൊക്കെ അയക്കുള്ളൂ. അന്നപ്പോഴത്തേന് അത് ചിലപ്പോൾ വാടിയിട്ടൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ തായ്വാൻ പിങ്ക് പേര നിങ്ങൾക്ക് നമ്മൾ പണ്ട് ആദ്യം കൊടുക്കാന്ന് പറഞ്ഞ് അഡ്രസ്സ് നമുക്ക് തന്നിട്ടുള്ള ആൾക്കാരും കൂടെ ഈ വീഡിയോ വന്നിട്ട് എനിക്ക് തായ്വാൻ പേര വേണം എന്ന് നമ്മുടെ ഈ ഒരു കമന്റ് ബോക്സിൽ, ഈ ഒരു വീഡിയോന്റെ കമന്റ് ബോക്സിൽ, അഡ്രസ് ഒന്നും വേണ്ട, അഡ്രസ് ഓൾറെഡി തന്നിട്ടുണ്ട്. ഈ ഒരു വീഡിയോന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് ദയവായിട്ട് അറിയിക്കേണ്ടതാണ്. നമ്മൾ അവർക്ക് 10 പേർക്ക് വെച്ചിട്ട് ഓരോ ആഴ്ചയിലും അയച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പം ഈ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് തായ്വാൻ പിങ്ക് പേരയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ ഉമ്മർചാമ്പ നമ്മൾ കുറെ നഴ്സറി പോയിട്ടാണ് ഇത്രയും ഉമ്മർചാമ്പ കിട്ടിയത്. കാരണം ഉമ്മർചാമ്പ വളരെ റെയർ ആയിട്ടാണ് കിട്ടുന്നത്. ഇനി ഏകദേശം ഒരു 2 ഉമ്മർചാമ്പ മാത്രമേ ആ ഒരു ഫാമിലുള്ളൂ. 5 വാങ്ങിച്ചപ്പം 7 അവിടെ ഉണ്ടായിരുന്നുള്ളൂ മൊത്തത്തിൽ. അപ്പൊ ഉമ്മർചാമ്പ നമുക്ക് ലെയർ ചെയ്ത തൈകൾ മാത്രമാണ്. നമുക്ക് അത്രയേ ലെയർ ചെയ്തു, ഏകദേശം 30ഓളം തൈകൾ ലെയർ ചെയ്തു. ഇനിയിപ്പം അത് നമുക്ക് വേസ്റ്റ് ആക്കാൻ പറ്റില്ല. കാരണം നല്ലൊരു ചാമ്പ വെറൈറ്റിയാണ്. അപ്പൊ നമുക്കത് കൊത്തി കളയാൻ പറ്റൂല. അതുകൊണ്ട് ഉമ്മർചാമ്പ അതേപോലെ ഫാമിൽ അവൈലബിൾ അല്ല. നമ്മുടെ വീഡിയോസിന് ലൈക്ക് വളരെ കുറവാണ് കേട്ടോ. എല്ലാവരും കമന്റ് ചെയ്യുന്നതുകൊണ്ട് ലൈക്ക് അടിക്കാൻ മറന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിച്ചിട്ട് മാത്രം കമന്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡിസ്ലൈക്ക് അടിക്കണം കേട്ടോ. എന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ. ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ചോ, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, മറക്കല്ലേ. അടുത്ത പ്രാവശ്യം നമ്മൾ ഇതേ പാറ്റേണിലാണ് നമ്മൾ വിന്നർ തിരഞ്ഞെടുക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ കമന്റ് വരുന്ന ഒരു പ്ലാന്റ്, ഏറ്റവും കൂടുതൽ കമന്റ് വരുന്ന ഒരു പ്ലാന്റ് ആയിരിക്കും. അതായത് നമ്മളുടെ ഈ കമന്റ് ബോക്സിൽ തന്നെ നിങ്ങൾ കമന്റ് ആയിട്ട് അയച്ചാൽ മതി, ഏതാണ് ആ പ്ലാന്റ് എന്ന് അയച്ചാൽ മതി. കഴിഞ്ഞ വീഡിയോയിൽ കുറെ പേര് 2 3 വെച്ച് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ആ ഒരു കമന്റ് ഒന്നും നമ്മൾ കൂട്ടിയിട്ടില്ല. ഒരു പേര് പറയുന്നത്, അതായത് ഒരു പ്ലാന്റിന്റെ പേര് പറയുന്നവരുടെ മാത്രമേ ഇത് അയച്ചു കൊടുക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് ഏതെങ്കിലും ഒരു പ്ലാന്റിന്റെ മാത്രമേ പറയാൻ പാടുള്ളൂ. നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യത്തെ വീഡിയോയിലും അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഓരോ തവണയിൽ വരുന്ന ഓരോ പ്രാവശ്യമായിട്ട് വരുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് പിന്നീട് അവസരമുണ്ട്. അതുകൊണ്ട് ഈ ഒരു പേര് മാത്രമേ, ഒരു പ്രാവശ്യം ഒരു പേര് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. അത് നമ്മുടെ വീഡിയോസിൽ എപ്പോഴാണേലും ഒരാൾക്ക് കുറേ പ്രാവശ്യം പങ്കെടുക്കാം. പക്ഷെ ഒരാൾക്ക് ഒരു പ്രാവശ്യം ഒറ്റ തൈ മാത്രമേ അയച്ചു കൊടുക്കുള്ളൂ. ഒരാൾക്ക് 2 തൈ വെച്ച് അയച്ചു കൊടുക്കില്ല, ഒരാൾക്ക് ഒരു തൈ വെച്ച് മാത്രമേ അയച്ചു കൊടുക്കുള്ളൂ. കാരണം കുറേ പേര് ചോദിക്കുന്നുണ്ട്, എല്ലാവരും നമുക്ക് ഉൾപ്പെടുത്തണമല്ലോ. അതുകൊണ്ട് 2 3 തൈ ഒരാൾക്ക് വേണ്ടി, അതേപോലെ 60 70 തൈ എനിക്ക് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ആൾക്കാർ വിടുന്നുണ്ട്. നമ്മുടെ ഫാം ഒന്നും അല്ല കേട്ടോ, നമുക്ക് അങ്ങനെ ഫാം കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ്സിന്റെ നമ്മൾ നല്ലതായതുകൊണ്ട് അത് കിട്ടാത്ത ആൾക്കാർക്ക്, അത് വാങ്ങാൻ പറ്റാത്ത ആൾക്കാർക്ക്, നേരത്തെ പറഞ്ഞ അരിനെല്ലിയുടെ കാര്യം പറഞ്ഞ പോലെ, അതായത് വർഷങ്ങളോളം കാത്തിരുന്ന് അല്ലെങ്കിൽ നമുക്കൊരു ആഗ്രഹിച്ച് അത് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാത്തവർക്കും കൊടുക്കും കേട്ടോ, അല്ലാത്തവർക്കും കൊടുക്കൂല എന്നല്ല. പക്ഷെ ഒരു പ്ലാന്റിന്റെ മാത്രം പേരും കമന്റ് ബോക്സിൽ അറിയിക്കുക. നമ്മൾ തിരഞ്ഞെടുക്കുന്ന 5 പേര് മാത്രം, 5 പേരാണെങ്കിൽ 5 പേര് മാത്രമേ വാട്സാപ്പിൽ വന്നിട്ട് മെസ്സേജ് അയക്കാൻ പാടില്ല. കുറേ പേര് ചോദിക്കുന്നുണ്ട്, പിന്നെ എനിക്കത് വേണം ഇത് വേണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ നമ്മളുടെ ഒരു ഗെയിം ഇങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ കമന്റ് ചെയ്ത് ആ ഒരു പ്ലാന്റ് ഏറ്റവും ആദ്യം കമന്റ് ചെയ്ത് ആ ആളെ നമ്മൾ പരിഗണിക്കുന്നതായിരിക്കും. ആ ആൾക്ക് നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കുന്നതായിരിക്കും. അതായത് ഇപ്പം ഉമ്മർചാമ്പ വേണമെന്ന് ഏറ്റവും ആദ്യം ഒരാൾ കമന്റ് ഇട്ടു എന്ന് വിചാരിക്കുക.
അതിനുശേഷം വരുന്ന കമന്റ് ഏറ്റവും കൂടുതൽ ഉമ്മർചാമ്പി ആണെങ്കിൽ ആ ആദ്യം പറഞ്ഞ ആള്, ഇപ്പം ഈ ഒരു ഇതിൽ പോലും ഏറ്റവും ആദ്യം ഉമ്മർചാമ്പ വേണമെന്ന് പറഞ്ഞത് ശ്രീവത്സ കാസർഗോഡാണ്. അപ്പം ആ ഒരു വ്യക്തിനെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തും, പരിഗണിക്കും. ആ വ്യക്തിക്ക് എന്തായാലും അത് അയച്ചു കൊടുക്കും. അതിനുശേഷം വരുന്ന ഇപ്പം 10 15 കമന്റ് ഉള്ളെങ്കിൽ ആ ഒരു ഉമ്മർചാമ്പ വേണമെന്ന് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ആ ഉള്ള ആൾക്കാരിൽ നമ്മൾ നറുക്കിട്ട് മാത്രമേ തിരഞ്ഞെടുക്കുള്ളൂ. ഇപ്പൊ വീഡിയോ കുറെ ലെങ്ത് ആകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ നറുക്കിടുന്ന മറ്റു കാര്യങ്ങൾ പാക്ക് ചെയ്യുന്നത്. അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ കട്ടാക്കിയാണ് കൊണ്ടുവന്നത് കേട്ടോ. കാരണം ഇങ്ങനെ ഇത് ഫുള്ള് കാണിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുറെ ഓൾറെഡി നമ്മുടെ വീഡിയോസ് കൂടുതൽ ആൾക്കാർ സ്കിപ്പ് ചെയ്ത് കാണുന്നത്. അപ്പൊ നമ്മൾ ആ സ്കിപ്പ് ചെയ്ത് കാണാതിരിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം ഷോർട്ട് ആക്കലുണ്ട്. 30 മിനിറ്റ് വീഡിയോ 10 മിനിറ്റ് ആക്കി ഷോർട്ട് ആക്കിയിട്ടാണ് നമ്മൾ വീഡിയോകളൊക്കെ ചെയ്യുന്നത്. അതേപോലെ ടൈപ്പ് കിട്ടുന്നതും പാക്ക് ചെയ്യുന്നതൊന്നും കാണിക്കുന്നില്ല. അത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് കാണിക്കുന്നത്. അപ്പം അങ്ങനെ ലെങ്ത് ആക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ നറുക്കിടുന്നത് മറ്റു കാര്യങ്ങളൊക്കെ ഒഴിവാക്കി വെച്ചേക്കുന്നത്. അപ്പം പിന്നെ വേറൊരു കാര്യം കൂടെ, വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടവർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം വേറൊരു കാര്യം കൂടെ പറയാം. ഈ ആഴ്ച നമ്മൾ ഉമ്മർചാമ്പയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത ആഴ്ചയിൽ നമുക്ക് ഉമ്മർചാമ്പ കമന്റ് ബോക്സിൽ അയച്ചു കഴിഞ്ഞാൽ, ഈ വീഡിയോന്റെ അടിയിൽ ഉമ്മർചാമ്പ വേണം എന്ന് കമന്റ് ബോക്സിൽ അറിയിച്ചു കഴിഞ്ഞാൽ ഉമ്മർചാമ്പ തീർച്ചയായിട്ടും കിട്ടുന്നതായിരിക്കില്ല കേട്ടോ. വേറെ ഏതെങ്കിലും പ്ലാന്റിന്റെ പേര് പറയണം. കാരണം ഒന്നാമത്തെ കാര്യം, നമുക്ക് ഉമ്മർചാമ്പ അവൈലബിൾ അല്ല, ഫാമിൽ ഒന്നും അവൈലബിൾ അല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഒരാഴ്ച കൊടുത്തത് അടുത്ത ആഴ്ച എപ്പോഴും ഒരേ കാര്യം തന്നെ കൊടുത്തോണ്ടിരിക്കാൻ പാടില്ലല്ലോ, മാറ്റി മാറ്റി കൊടുക്കണ്ട. എന്നാലും ഒരു രസമുള്ളൂ, ഒരു ത്രില്ലുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും പ്ലാന്റിന്റെ കാര്യം പറയാം, ഏത് പ്ലാന്റ് പറയാം കേട്ടോ. നമുക്ക് ഞാൻ ഒരു വ്യവസ്ഥ വെക്കുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ് ഏത് പ്ലാന്റ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ കമന്റ് ബോക്സിൽ ഏത് പ്ലാന്റിന്റെ ആണോ ഓർഡർ വരുന്നത് ആ ഒരു ഓർഡർ, ആ ഒരു പേര്, ആ ഒരു പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയച്ചു കൊടുക്കുക. അതിൽ ഏറ്റവും ആദ്യം കമന്റ് ഇടുന്ന വ്യക്തിക്ക് തീർച്ചയായിട്ടും ആ ഒരു പ്ലാന്റ് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ വീഡിയോ മൊത്തമായിട്ട് കണ്ടവർക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തു. അപ്പൊ വേഗം തന്നെ പോയിട്ട് കമന്റ് ബോക്സിൽ അറിയിച്ചു നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അത് അയച്ചു തരുന്നതായിരിക്കും.